ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിരുന്നു. അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്തു. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ വരെ പുറത്തോട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റും, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അതാണ് ഇനി നമ്മൾ വരുന്ന ഓരോ വീഡിയോകളിലും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ജനറൽ അവയർനെസ്സിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളത്. ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എന്നുള്ളത് നോക്കും. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനകത്ത് എന്താണ് സിലബസ് എന്നുള്ളത് നോക്കും. സിലബസിനെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യും. സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യും. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തും. അതിനുശേഷം NCERT പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ NCERT പാഠപുസ്തകങ്ങളുടെ പ്രസക്തി എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അതിനുശേഷമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് കടക്കും. നിങ്ങൾ ജനറൽ അവയർനെസ്സിനെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സ്കോർ ടീം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം, ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ്. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള സിലബസ് ഇങ്ങനെയാണ്. നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെ പറ്റി നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ എക്കോണമിനെ പറ്റി നിങ്ങൾ പഠിക്കണം. എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിംഗ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, സ്പോർട്സ്, ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് എക്സെട്ര എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ സിലബസ് തീരുന്നില്ല. പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇതുപോലുള്ള വിഷയങ്ങളാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഇത്രയുമാണ് നമ്മൾ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സിലബസിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഡീകോഡ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ആദ്യം എന്താണ് നോളജ് ഓഫ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. 2, ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കോണമി. ഇത്രയും സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ സബ്ജക്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഈ സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് വ്യത്യസ്ത പാഠഭാഗങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് മോർ. ഈ ആൻഡ് മോർ എന്നുള്ളത് സിലബസിനകത്ത് നിങ്ങളൊരു എക്സെട്ര കണ്ടുണ്ടാവും. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആൻഡ് മോർ എന്ന് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിന് നമ്മൾ സ്റ്റാറ്റിക് GK അഥവാ സ്റ്റാറ്റിക് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിലബസിനെ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 സെക്ഷനായിട്ട് ഡീകോഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം, ആനുകാലിക വിഷയങ്ങൾ. 2 എന്ന് പറയുന്നത് സബ്ജക്റ്റുകൾ. ഈ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ കൂടുതലും കാണുന്നത്. എന്തൊക്കെയാണുള്ളത്? ജോഗ്രഫി ഉണ്ട്, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട്, പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്ത്യൻ എക്കോണമി ഉണ്ട്. ഇത്രയും നമുക്ക് NCERT പാഠഭാഗങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. സ്റ്റാറ്റിക് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മോർ എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എക്സെട്ര എന്നുള്ളൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഇത്രയും ഭാഗമായിട്ടാണ് നമ്മൾ സിലബസിനെ ഡീകോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഈ ആൻഡ് മോർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2018-19 കാലയളവിൽ നടത്തിയിട്ടുള്ള എക്സാമിന് നമ്മൾ ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന, മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും 30 ഷിഫ്റ്റായിട്ട് നടത്തിയിട്ടുള്ള എക്സാമിൽ മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് ഇൻ വേൾഡ് ഓർ ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇന്ന അവാർഡ് നേടിയിട്ടുള്ള ആള് ആര്, അല്ലെങ്കിൽ വേൾഡിൽ ഇന്ന കൊടുമുടി കീഴ്പ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ആള് ആര്. അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങളെ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിനെവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു, സ്റ്റാറ്റിക് GK. അതിനെ കറണ്ട് അഫെയർ എന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ചിലപ്പോൾ 1800-കളിലോ 1900-കളിലോ നടന്നിട്ടുള്ള കാര്യത്തിനെ ആയിരിക്കും നമ്മൾ
ഫസ്റ്റ് ഇൻ ഇന്ത്യ ഓർ ഫസ്റ്റ് ഇൻ വേൾഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സോ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കണ്ടംപററി ആയിട്ട് ന്യൂസിനകത്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, പൊളിറ്റി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം NCERT പാഠഭാഗങ്ങളിനകത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് ഇതിന് പുറമേ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ്, സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഗവർണർമാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് സ്റ്റാറ്റിക് GK എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ ആരായിരുന്നു, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ സ്റ്റാറ്റിക് GKയുടെ ഭാഗമായിട്ടാണ്. കാരണം അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ അവയർനെസ്സിൻ്റെ സിലബസിനെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അടുത്ത എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സെഷൻ ഹൈലൈറ്റ്സിൽ നമ്മൾ ആദ്യം സിലബസിനെ കണ്ടു, പിന്നെ എന്ത് ചെയ്തു, സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്തു. നമ്മൾ അതിനകത്ത് മൂന്നാമത് ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അനാലിസിസ് നടത്തുക എന്നുള്ളത്. 2018 നോട്ടിഫിക്കേഷൻ ഇട്ട് 2019 ആയിട്ടാണ് എക്സാം, 2019 എക്സാമിൻ്റെ ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടയർ 1 2019 കണ്ടക്ട് ചെയ്തിരുന്നത്. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുകയാണ്. അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അവിടെ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഡിഫിക്കൽറ്റി ലെവൽ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ഉള്ളതായിരുന്നോ. ഞാൻ നേരത്തെ പറഞ്ഞു 30 ഷിഫ്റ്റുകളിലായിട്ട് ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്തിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്ത് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം കട്ടിയുള്ളതായിരുന്നോ. 2, കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക്സും, സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭാഗമാണ്. സബ്ജക്റ്റും സ്റ്റാറ്റിക് GK അടങ്ങുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. കറണ്ട് അഫെയർ ടോപ്പിക്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്, ഡൈനാമിക് ആയിട്ടുള്ളത്. അപ്പം എത്ര ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന്, എത്ര ചോദ്യങ്ങളാണ് സ്റ്റാറ്റിക് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങളാണ് ജനറൽ അവയർനെസ് ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്, ഈ ഓരോ ഷിഫ്റ്റിലും എത്രത്തോളം ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 ഹെഡുകളുടെ കീഴിൽ വെച്ചിട്ടാണ് നമ്മൾ 2018 നോട്ടിഫിക്കേഷൻ ഇട്ട് 2019 കണ്ടക്ട് ചെയ്ത ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അനാലിസിസ് നടത്താൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം, ഡിഫിക്കൽട്ടി ലെവലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ബട്ട് റാൻഡം ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഹിസ്റ്ററിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നോ എക്കോണമിയിൽ നിന്നോ ജോഗ്രഫിയിൽ നിന്നോ ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിൾ ആയിരിക്കും, ബട്ട് റാൻഡം ആണ്. റാൻഡം ആകാൻ്റെ പിന്നെ കാരണം എന്താ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും വളരെ വാസ്റ്റ് ആണ് അല്ലേ. വളരെ വാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന പ്രീ ഹിസ്റ്റോറിക് പീരീഡ് തൊട്ട്, പ്രാചീന ശിലായുഗം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരെയുള്ള ഇന്ത്യൻ ചരിത്രവും ഇന്ത്യയുടെ സംസ്കാരവും എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിനകത്ത് നിന്ന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു രാജാവിനെ പറ്റി, ഏതെങ്കിലും ഒരു ബുക്കിനെ പറ്റി, ഏതെങ്കിലും ഒരു യുദ്ധത്തെ പറ്റി, ഏതെങ്കിലും ഒരു ട്രീറ്റിനെ പറ്റി, സന്ധിയെ പറ്റിയൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് റാൻഡമാണ്, പക്ഷെ ഡെപ്തിൽ ചോദ്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഈസി എന്ന് പറയുന്നത്. ഒരു ട്രീറ്റി, ഈ ട്രീറ്റി വന്ന വർഷം ഏത്, അല്ലെങ്കിൽ ഈ ട്രീറ്റിയുടെ പേരെന്ത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലാതെ അതിനകത്ത് നടന്നിട്ടുള്ള ഇന്റേണൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് ഡിസ്കഷൻസ് ഒന്നും അവിടെ ക്വസ്റ്റിനകത്ത് നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് അത് ഈസിയാണ്, ബട്ട് റാൻഡം ആണ്. സോ 2018-19 കാലയളവിലെ ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ റാൻഡം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ് എന്ന് പറയുന്നത് വളരെ റാൻഡം ആയിട്ടുള്ള ഹെഡുകളിൽ നിന്നാണ് അവർ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് റാൻഡം ആയിരുന്നു, പക്ഷെ വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി 2, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് അപ്പിയേഴ്സ് ടു ബി റാൻഡം ബട്ട് ദേ ആർ നോട്ട്. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് കറണ്ട് അഫയറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്താലേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കറണ്ട് അഫയേഴ്സിന് നമുക്ക് ജനറൽ അവയർനെസ്സിന്റെ മറ്റേ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ചോദിച്ച പോലെ വളരെ റാൻഡം ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് എന്ന് തോന്നും. അത് തോന്നൽ മാത്രമാണ്, റാൻഡം അല്ല കറണ്ട് അഫയേഴ്സ്. 30 ഷിഫ്റ്റുകളിലായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഈ എക്സാമിനെ അതിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിനെ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ആ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്ന എക്സാം 2018-19 എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതേ പാറ്റേണിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. കാരണം കറണ്ട് അഫെയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ചില സ്പെസിഫിക് ടോപ്പിക്കുകൾ, ചില സ്പെസിഫിക് ഹെഡുകളിൽ നിന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ രീതിയിൽ കറണ്ട് അഫയേഴ്സിനെ പ്രിപ്പയർ ചെയ്ത് ചാർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വീക്ക്ലി ബേസിൽ, മന്ത്ലി ബേസിൽ, ഇയർലി ബേസിൽ സോർട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ റാൻഡമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. സോ കറണ്ട് അഫെയർ ടോപ്പിക്സിനെ നമുക്ക് റാൻഡമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി എന്തല്ല, റാൻഡം അല്ല. എന്താണ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഹെഡുകളിൽ നിന്നാണ് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിച്ച് കാണുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു
നിശ്ചിത സമയം വെച്ചിട്ട് കറണ്ട് അഫെയറിന് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 15 കറണ്ട് അഫെയറിനല്ല ഈ പറയുന്ന ജനറൽ അവയർനെസ്സിന് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 15 ചോദ്യത്തിൽ 10 മാർക്ക് CBT 1-ന് ചോദിക്കാൻ പോകുന്ന 15 ചോദ്യത്തിൽ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത സമയം, നേരത്തെ പറഞ്ഞ പോലെ സിലബസിനെ ഡീകോഡ് ചെയ്ത് വിഷയങ്ങളെ മനസ്സിലാക്കി, ഓരോ വിഷയങ്ങളെ എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി, ആ ഓരോ വിഷയത്തിൽ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി, ഇനി എവിടെ നിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ള തിരിച്ചറിവും കൂടെ മനസ്സിലാക്കിയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് 15 ക്വസ്റ്റ്യനിൽ 10 മാർക്ക് കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ ഡിഫിക്കൽട്ടി ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസിയാണ്, ബട്ട് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് അഫെയർ പാർട്ട് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് തോന്നും, ബട്ട് ചില സ്പെസിഫിക് ഹെഡുകളുടെ കീഴിൽ നിന്നാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? കറണ്ട് അഫെയർസ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ടോപ്പിക്കുകൾ മനസ്സിലാക്കി അതിനെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15-ൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 2018-ലെ അനാലിസിസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഈ രീതിയിൽ തന്നെയാണ് 2024-ലെ ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ഇതേപോലെ തന്നെ എക്സാം പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പർ, 2018-ലെ നോട്ടിഫിക്കേഷൻ നടത്തിയ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് പാർട്ടും തമ്മിലുള്ള ക്വസ്റ്റ്യൻസിന്റെ റേഷ്യോ എത്രത്തോളമായിരുന്നു? നമുക്കറിയാം 15 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ടയർ 1 എക്സാമിൽ കണ്ടക്ട് ചെയ്തിരുന്നത്. അതിൽ 66% ചോദ്യങ്ങളും സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും 34% ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 15-ൽ 10 ചോദ്യം സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും 5 ചോദ്യത്തോളം കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണ് ഓൺ ആൻഡ് ആവറേജ് ഈ 30 ഷിഫ്റ്റുകളിലായിട്ട് എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ RRB ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 15 മാർക്കിനാണ് ജനറൽ അവയർനെസ്സിന്റെ വിഷയമുള്ളത്. അതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഓൺ ആൻ ആവറേജ് 5 ചോദ്യവും, സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങിയ ഭാഗം, സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന സ്പോർട്സ്, കൾച്ചർ, സ്പോർട്സ്, സയന്റിഫിക് ഡെവലപ്മെന്റ് തുടങ്ങിയ എക്സെട്ര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗം, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗവും കൂടി ചേർന്ന് 10 മാർക്കിനും, കറണ്ട് അഫയേഴ്സ്, നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് 5 മാർക്കിനുമാണ് ഓൺ ആൻ ആവറേജ് 2018 എക്സാം കണ്ടക്ട് ചെയ്തപ്പം RRB ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? കറണ്ട് അഫയേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ആൻ ആവറേജ് ഒരു 4 തൊട്ട് 5 ചോദ്യങ്ങൾ വരെയാണ് 30 ഷിഫ്റ്റുകളിലെയും നിങ്ങൾ വെച്ച് അനാലിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്റ്ററിയിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ, പൊളിറ്റിയിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ, ഈ പറയുന്ന ഇത്രയും ഭാഗം സബ്ജക്റ്റുകളിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെയും, സ്റ്റാറ്റിക് GKയിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെയും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി 10 മാർക്കിന്റെ സ്റ്റാറ്റിക് പാർട്ടും 5 മാർക്കിന്റെ കറണ്ട് അഫെയർ പാർട്ടും, അങ്ങനെ ഓൾ ടുഗദർ 15 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ 4 മുതൽ 5 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ 2 മുതൽ 3 എന്ന് എഴുതിയിരിക്കുന്നത്, ചില ഷിഫ്റ്റിൽ ചിലപ്പോൾ ഹിസ്റ്ററിക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 3 ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ചിലപ്പോൾ അവിടെ നിന്ന് കുറയും, പൊളിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് ഓൺ ആൻ ആവറേജ് ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 5 അല്ലെങ്കിൽ 2 തൊട്ട് 3 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് 30 ഷിഫ്റ്റുകൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? പ്ലോട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ രീതിയിലാണ് 2018 എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത്? ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ സിലബസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സിലബസിനെ നമ്മൾ ഡീകോഡ് ചെയ്തു, അതിനെ വ്യത്യസ്ത ടോപ്പിക്കുകളായിട്ട് തിരിച്ചു. ആ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അതിന്റെ വെയിറ്റേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ വട്ടം ജൂനിയർ എഞ്ചിനീയർ എക്സാം നടന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് NCERT പാഠപുസ്തകങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്, പ്രത്യേകിച്ച് ജനറൽ അവയർനെസ് വിഷയത്തിന് ഉപകാരപ്രദമാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി NCERT പാഠപുസ്തകങ്ങൾക്ക് റെയിൽവേ എക്സാംസിന് ഈ പ്രത്യേകിച്ച് ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ഭാഗങ്ങളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ പോയിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ ജനറൽ അവയർനെസ് വിഷയത്തിന്, പ്രത്യേകിച്ച് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് എങ്ങനെയാണ് NCERT പാഠപുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സ്പ്ലോറേഴ്സ് ഹൂ വിസിറ്റഡ് ഇന്ത്യ വാസ് മെഗസ്തനിസ്. വിച്ച് കൺട്രി ഡിഡ് ഹി ഹെയിൽ ഫ്രം? ഏത് രാജ്യത്ത് നിന്നാണ് മെഗസ്തനിസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോറർ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അവർ പാസ്റ്റ് ലൈഫ്സ് എന്ന് പറയുന്ന പാഠപുസ്തകം എടുക്കുക, 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിനകത്ത് 65ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. മെഗസ്തനീസ് വാസ് ആൻ അംബാസഡർ ഹു വാസ് സെന്റ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത ബൈ ദ ഗ്രീക്ക് റൂളർ ഓഫ് വെസ്റ്റ് ഏഷ്യ നെയ്മഡ് സെലസസ് നിക്കേറ്റർ. അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന്, ഒരു ഗ്രീക്ക് റൂളറാണ് ആരെ അയച്ചിരിക്കുന്നത്, മെഗസ്തനീസ് എന്ന് പറയുന്ന അംബാസഡറെ എവിടേക്ക് അയച്ചിരിക്കുന്നത്, ചന്ദ്രഗുപ്ത എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചതെന്ന് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനകത്ത് 7ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഗ്രീസ് ആയിരിക്കും. ഗ്രീസിൽ നിന്നാണ് ആര് വന്നിട്ടുള്ളത്, മെഗസ്തനീസ് വന്നിട്ടുള്ളത്. ഇനി ഹിസ്റ്ററിയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഡിഡ് ക്യൂൻ രുദ്രമാദേവി ഓഫ് വാരങ്കൽ എ പാർട്ട് ഓഫ് മോഡേൺ ആന്ധ്രാപ്രദേശ്? താഴെ തന്നിരിക്കുന്ന ഡൈനാസ്റ്റികളിൽ ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജ്ഞിയാണ് രുദ്രമാദേവി ഓഫ് വാരങ്കൽ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുക്കുന്നു, അവർ പാസ്റ്റ് ലൈഫ്സ് 2 എടുക്കുന്നു. അതിനകത്ത് ഡൽഹി സുൽത്താൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുന്നു. പേജ് നമ്പർ 33 നോക്കുന്നു. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യൂൻ രുദ്രമാദേവി എന്ന് പറയുന്ന രാജ്ഞി കാകതീയ ഡൈനാസ്റ്റിയുടെ ആളാണ്. കാകതീയ ഡൈനാസ്റ്റി ഓഫ് വാരങ്കൽ എ പാർട്ട് ഓഫ് മോഡേൺ ആന്ധ്രാപ്രദേശ്. ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന അതേ സെന്റൻസ് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാകതീയ ഡൈനാസ്റ്റി മാത്രമാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉത്തരം എന്താണ്? കാകതീയ ഡൈനാസ്റ്റിയാണ്. ഇനി പൊളിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യം നോക്കാം. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള പൊളിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യം നോക്കാം. ഹു ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു പ്രിസ്ക്രൈബ് കണ്ടീഷൻസ് ഫോർ അക്വയറിംഗ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി കണ്ടീഷൻസ് കൊടുക്കുന്നതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറ്റി പറയുന്നത്, പ്രസിഡന്റ്, പാർലമെന്റ്, ഇങ്ങനെ പറയുന്നുണ്ട്. 11ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ തിയറി ചാപ്റ്റർ 6 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. അതിൽ 79ാമത്തെ പേജിനകത്ത് പറയുന്നുണ്ട് ആരാണ് ഭരണഘടനയും അതുപോലെ തന്നെ പാർട്ട് 2 കൊടുത്തിട്ടുള്ള ഭരണഘടനയും സബ്സിക്വന്റ് ലോസ് പാസ്ഡ് ബൈ പാർലമെന്റ്, ഇത് രണ്ടുമാണ് എന്ത് തീരുമാനിക്കുന്നത്, പൗരത്വം. ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയുടെ പൗരത്വം തീരുമാനിക്കുന്നത് ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ്, ഭരണഘടനയുടെ പാർട്ട് 2 കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസും അതുപോലെ തന്നെ സബ്സിക്വന്റ് ലോസ് പാസ്ഡ് ബൈ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളും ആണെന്ന് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന NCERT പാഠപുസ്തകം 11ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 79ാമത്തെ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത്? പാർലമെന്റ്. രണ്ടാമതൊരു പൊളിറ്റി ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. When was the internal emergency declared in India during the period of Indira Gandhi as Prime Minister? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് The response of the government was to declare a state of emergency on June 25, 1975 എന്നാണ് കൊടുത്തിരിക്കുന്നത്. Declared that there was a threat of internal disturbance and therefore it invoked Article 352. 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററിൽ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 108ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ജൂൺ 25-നാണ് ഇന്ദിരാഗാന്ധി സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? ഇന്റേണൽ ഡിസ്റ്റർബൻസസ് കാരണം. ഏത് ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്തു? 352 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്തു. സോ പൊളിറ്റിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വേർ ഡസ് ദ സൺ റിവർ ഒറിജിനേറ്റ്? 4 മലകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എവിടെ നിന്നാണ് സൺ നദി ഉത്ഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 11ാമത്തെ ക്ലാസ് എടുക്കുക. ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിനകത്ത് 3ാമത്തെ ചാപ്റ്ററിനകത്ത് ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. 22ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ സൺ നദി അമർകണ്ടക് പ്ലാറ്റ്യൂവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അമർകണ്ടക് ഹിൽ ആയിരിക്കും. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഫ്രം ദ ഫുൾ മൂൺ ഡേ കൗണ്ടഡ് ആസ് ഡേ 1 ഓൺ വിച്ച് ഡേ ദ മൂൺ ബിക്കംസ് ഇൻവിസിബിൾ? ഫുൾ മൂൺ ഡേയെ 1ാമത്തെ ദിവസമായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ദിവസമായിരിക്കും മൂൺ ഇൻവിസിബിൾ ആയിട്ട് മാറുന്നത്? അതായത് അമാവാസി എത്രാമത്തെ ദിവസമായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പൗർണമിയെ 1ാമത്തെ ദിവസമായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അമാവാസി എത്രാമത്തെ ദിവസമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. NCERT പാഠപുസ്തകത്തിലെ സയൻസിലെ 8ാം ക്ലാസ്സിലെ സയൻസിലെ 17ാമത്തെ ചാപ്റ്റർ സ്റ്റാർസ് ആൻഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 216ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഡേ ദ 15th ഡേ ഓൺ ദ 15th ഡേ ദ മൂൺ ഈസ് നോട്ട് വിസിബിൾ. അതായത് ഫുൾ മൂൺ ഡേക്ക് ശേഷം 15ാമത്തെ ദിവസം എന്തായിരിക്കും? മൂണ് വിസിബിൾ ആയിരിക്കില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്?
15th ഡേ ആണ്. അപ്പം ഇത് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ആസിഫ് മാഷ് ജോഗ്രഫി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് ഇന്നത്തെ സെഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് മനസ്സിലാക്കി, അതിനെ ഡീകോഡ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു, അതിനകത്ത് നിന്ന് NCERT പാഠഭാഗങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കി, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ജനറൽ അവയർനെസ്സിന് ചോദിക്കുന്നത് എന്നുള്ള സോഴ്സ് മനസ്സിലാക്കി, അല്ലേ? ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എത്രയൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ സിലബസ് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി വെച്ചു. പിന്നെ ആ സിലബസിന് അനുയോജ്യമായിട്ടുള്ള അതിന് ഉള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. എവിടെ നിന്നാണ്? NCERT പാഠഭാഗത്തു നിന്നാണ്. സ്റ്റാറ്റിക് പാർട്ടിലുള്ള പ്രത്യേകിച്ച് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്നല്ല, RRB കണ്ടക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എക്സാമിനും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുന്നത് എവിടെ നിന്നാണ്? NCERT പാഠഭാഗത്തു നിന്നാണ് മനസ്സിലാക്കി. ഇനി എങ്ങനെയായിരിക്കണം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാൻ സഹായിക്കും. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം എന്ന് തൊട്ട് പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്നായിരിക്കും ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? അപ്പം ജൂനിയർ എഞ്ചിനീയർ എക്സാം സപ്പോസ് ജനുവരി മാസമാണ് കണ്ടക്ട് ചെയ്യാൻ സാധ്യത എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈവശം എത്ര ദിവസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുക. ഏകദേശം ഒരു 5 മാസത്തോളം സമയം നിങ്ങളുടെ കൈവശമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ദിവസമാണ്, എത്ര സമയം നിങ്ങൾ ജനറൽ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെക്കണം? ഇത് ഭൂരിഭാഗം കുട്ടികളുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്. ഇനി പലരും ചോദിക്കും, ജൂനിയർ എഞ്ചിനീയർ എക്സാം സാറ് നേരത്തെ ആയിരിക്കും എക്സാം നേരത്തെ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് ഈ വർഷം ഏറ്റവും ആദ്യം വന്നത്. ആ എക്സാം ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3 എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3ക്ക് ഇതാ ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പോലും ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. അതിനുശേഷം RPF കോൺസ്റ്റബിളും RPF SIയും വന്നു. അതിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യത്തിനകത്തും ഇതുവരെ യാതൊരു വിധത്തിലുള്ള ധാരണയായിട്ടില്ല. ഇതിന് ശേഷം വന്ന നോട്ടിഫിക്കേഷനാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം എന്ന് പറയുന്നത്. പോരാ തന്നെ SSCയുടെ എക്സാംസ് ഇനി വരുന്ന മാസങ്ങളിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം RRB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം കുറച്ചുകൂടെ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടി ജനുവരിയിലാണ് എക്സാം എന്ന് കണക്കാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനുശേഷം കിട്ടുന്ന സമയത്തിനെ ബോണസ് ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജനുവരിയിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് തൊട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സാമിന് എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ടയർ 1 എക്സാമിന് നമുക്ക് 100 മാർക്കാണുള്ളത്. 100 മാർക്കിൽ ക്വാളിഫയിങ് ഇൻ നേച്ചറാണ് ടയർ 1 എന്ന് പറയുന്നത്. അതിൽ 15% വെയിറ്റേജ് മാത്രമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്തുള്ളത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 15 മാർക്കിൽ 10ഓളം മാർക്കുകൾ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും 5 മാർക്കോളം കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത്. ഈ 10 മാർക്കിൽ തന്നെ ഏകദേശം ഒരു 8 മാർക്കോളമാണ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കോണമി തുടങ്ങിയ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഒരു 2 മാർക്കോളം സ്റ്റാറ്റിക് GK പാർട്ടിൽ നിന്നാണ് ചോദിക്കുന്നത്. വളരെ റാൻഡം ആയിട്ടുള്ള GK പാർട്ടിൽ നിന്നാണ് ചോദിക്കുന്നത്. 5 മാർക്കോളം കറണ്ട് അഫയർ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? 15% വെയിറ്റേജ് മാത്രമാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ജനറൽ അവയർനെസ് ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വെയിറ്റേജ് കൂടുതലുള്ള മാത്സ്, റീസണിങ്, സയൻസ് തുടങ്ങിയ ഭാഗങ്ങളെ വെച്ചുകൊണ്ട് വേണം നിങ്ങളെ ടയർ 1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മാത്സിനാണെന്നുണ്ടെങ്കിലും റീസണിങ്ങിനാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബേസ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ജനറൽ അവയർനെസ് ഏറ്റവും ആദ്യം പഠിച്ച് തുടങ്ങിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ആദ്യം ജനറൽ അവയർനെസ് എടുത്ത് പഠിച്ചിട്ട് പിന്നെ മാത്സും റീസണിങ്ങും പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിഷയം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജനറൽ അവയർനെസ്സിന് വെയിറ്റേജ് കുറവാണ്. 2, മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് വേണം ചെയ്യാനായിട്ട്? ആദ്യം വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റുകളിൽ അടിത്തറ ഉണ്ടാക്കി വെച്ച് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒരു തഴക്കം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൈകാര്യം ചെയ്താൽ മതി. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 30 മാർക്കിന് വേണ്ടി ആയിരിക്കണമോ നിങ്ങളുടെ പ്രിപ്പറേഷൻ? അതെന്താ സാറേ 30 മാർക്ക്? 15 മാർക്കല്ലേ ജനറൽ അവയർനെസ്സിനുള്ളത്? ശരിയാണ്, ടയർ 1 എക്സാമിന് 15 മാർക്കാണ് ജനറൽ അവയർനെസ്സിനുള്ളത്. ടയർ 2 എക്സാം, നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന ടയർ 2 എക്സാമിനും 15 മാർക്കിന് ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ 30 മാർക്ക് വേണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാനായിട്ട്. ആദ്യത്തെ 15 മാർക്ക് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ് സ്റ്റിൽ.
ആ 15 മാർക്കിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് പഠിക്കുന്നോ അത്രത്തോളം ടയർ 2-ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സെയിം സിലബസ് വെച്ചുകൊണ്ടാണ് ജനറൽ അവയർനെസ് ടയർ 2-ലും 15 മാർക്കിന് പ്രിപ്പയർ ചെയ്യുന്നത്. സോ 30 മാർക്ക് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജനറൽ അവയർനെസ് പഠിക്കുക. ടയർ 1-ന് നിങ്ങൾ എത്രത്തോളം ജനറൽ അവയർനെസ് പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടയർ 2-ൽ ആ 15 മാർക്ക് കൂടെ, ടയർ 2-ൽ വേണ്ട 15 മാർക്ക് കൂടെ നിങ്ങളുടെ കൈവശം ഭദ്രമായിട്ട് ഇരിക്കും. അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിലാക്കി ജനറൽ അവയർനെസ്സിന് കാണാൻ ശ്രമിക്കുക. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം ടയർ 1-ൽ ക്വാളിഫയിങ് ഇൻ നേച്ചർ ആയിട്ടുള്ള ടയർ 1-ൽ 15 മാർക്കിനും ടയർ 2-ൽ റാങ്ക് മേക്കിംഗ് നേച്ചർ ആയിട്ടുള്ള ടയർ 2-ൽ 15 മാർക്കിനും ഉണ്ട്. അത് ഒരേ സിലബസ് തന്നെയാണ്. ടയർ 1-ന് നിങ്ങൾ ഈ സിലബസ് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ 2-ന് പോകുന്ന സമയത്ത് ഈ 15 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്നത് ജനറൽ അവയർനെസ് ആവാനുള്ള സാധ്യത വരെ ഉണ്ട്. ആ കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം? ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ അവയർനെസ്സിൽ ഏകദേശം 34% ക്വസ്റ്റ്യൻസ്, 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ, 4 മുതൽ 5 ചോദ്യങ്ങളോളം കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നാണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലേ? കറണ്ട് അഫയർ കമ്പൈലേഷൻസ് നമുക്ക് ധാരാളമായിട്ട് ഇന്നത്തെ കാലത്ത് നെറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ടെലഗ്രാം ചാനലിൽ ക്ലാസ്സസും ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഏത് ക്ലാസ് കാണണം, ഏത് കമ്പൈലേഷൻ പഠിക്കണം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് അഫയേഴ്സ് നമുക്ക് റാൻഡമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ടോപ്പിക്സിൽ ഉള്ള കറണ്ട് അഫയേഴ്സിനെ കമ്പയർ ചെയ്ത് ഒരു വർഷത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കറണ്ട് അഫയേഴ്സ് ഇതിന് മുന്നേ എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന്, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡുകളിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണാലിറ്റീസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ബോഡി ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സ്പോർട്സിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് കറണ്ട് അഫയറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹെഡുകൾ തിരിച്ച് കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് സ്പോർട്സിനകത്ത് നടന്നിട്ടുള്ള കറണ്ട് അഫയർ വിഷയങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് അവാർഡുകൾ എന്തൊക്കെ പ്രധാനപ്പെട്ട അവാർഡുകളാണ് കൊടുത്തിട്ടുള്ളത്, കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് ബുക്സും ഓതേഴ്സും എന്തെങ്കിലും പുതിയ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ടോ, ആ ബുക്കുകളുടെ ഓതേഴ്സ് ആരാണ്, തുടങ്ങിയ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന 4-5 മാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിച്ചെടുക്കാനും പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഡെയിലി ബേസിസിൽ, വീക്ക്ലി ബേസിസിൽ, മന്ത്ലി ബേസിസിൽ കറണ്ട് അഫയർ നോക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും കൂടെ ഒരുമിച്ചായിട്ടുള്ള കമ്പൈലേഷൻസ് ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ കൈവശം ലഭ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പഠിക്കാൻ കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡുകൾ തിരിച്ച് ഓരോ വർഷത്തേക്കുള്ള കമ്പൈലേഷൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ജനറൽ അവയർനെസ് ബാലി കയറാൻ മലയാകുമോ, ജനറൽ അവയർനെസ് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കും കൂടിയുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമാണ് എഴുതാൻ പോകുന്നത്, ALP എക്സാമാണ് എഴുതാൻ പോകുന്നത്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാമാണ് എഴുതാൻ പോകുന്നത്, നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണ്. നിങ്ങൾ ഈ എക്സാംസിൻ്റെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മാത്സ് കാണാൻ പറ്റും, റീസണിങ് കാണാൻ പറ്റും, സയൻസ് കാണാൻ പറ്റും. പൊതുവെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പാഠഭാഗങ്ങളെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ് മാത്സ് എന്ന് പറയുന്നത്, റീസണിങ് എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ബാലികേറ മലയായിട്ട് കാണുന്ന ഭാഗങ്ങളാണ് നോൺ ടെക്നിക്കൽ വിഷയങ്ങളായിട്ടുള്ള ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക്, GK, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ ഭാഗങ്ങൾ. അപ്പോൾ അത് ജൂനിയർ എഞ്ചിനീയർ എക്സാംസിന് നിങ്ങൾക്കും ഒരു ബാലികേറ മലയായിട്ട് മാറുമോ? കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെയിറ്റേജ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. 15 മാർക്കാണ് നിങ്ങളുടെ വെയിറ്റേജ് ടയർ 1 എക്സാമിന്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടയർ 2-ലും 15 മാർക്കാണ് നിങ്ങളുടെ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. വെയിറ്റേജ് മനസ്സിലാക്കി ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ, ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് കൊടുത്ത് ആ രീതിയിൽ ആ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, ഓരോ വിഷയത്തിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, എത്രത്തോളം ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള പഠനം മാത്രമേ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ പ്രധാനമായിട്ടും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, എന്നോട്ട് പഠിച്ചു തുടങ്ങണം. ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യം പഠിക്കുക. 30 മാർക്കിന് വേണ്ടിയിട്ടായിരിക്കണോ നിങ്ങളുടെ പ്രിപ്പറേഷൻ? തീർച്ചയായിട്ടും. കാരണം ടയർ 2-ന് റാങ്ക് മേക്കിംഗ് ആണ്. ജനറൽ അവയർനെസ് 15 മാർക്ക് വെയിറ്റേജ് ടയർ 2-ലും ഉണ്ട്. ടയർ 1-ൽ 15 മാർക്കിനുള്ള സിലബസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ
ടയർ 2നും ടയർ 1നും ഇടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ 2ൽ ഈസി ആയിട്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, ടോപ്പിക്കുകൾ തിരിച്ച് പഠിക്കുക, ഇയർലി കമ്പൈലേഷൻ ഉണ്ടാക്കി ടോപ്പിക്കുകൾ തിരിച്ച് പഠിക്കുക. നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ജനറൽ അവയർനെസ് ബാലി കയറാൻ മലയായിരിക്കുമോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ 15 മാർക്കാണുള്ളത്. 15 മാർക്കിന് ഇത്രയും സിലബസ്, ഇത്രയും സബ് ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ ഓരോ വിഷയത്തിനും എത്രത്തോളം ചോദ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചാൽ മതി. ജനറൽ അവയർനെസ് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി ഞാൻ അഡ്രസ്സ് ചെയ്ത കാര്യമാണ്. ഇനി എന്താണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കൺസോളിഡേറ്റഡ് ആൻഡ് എന്താണ് കൺസെപ്റ്റ് ക്ലാസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ ക്ലാസ് കിടപ്പുണ്ട്, നിങ്ങളത് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ടെക്നിക്കൽ എക്സാംസിനും നോൺ ടെക്നിക്കൽ എക്സാംസിനും NTPC, ഗ്രൂപ്പ് ഡി, RPF പോലെയുള്ള നോൺ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ജനറൽ അവയർനെസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും, ജൂനിയർ എഞ്ചിനീയർ, ALP ടെക്നീഷ്യൻ പോലെയുള്ള ടെക്നിക്കൽ എക്സാംസിന് കുട്ടികൾ ജനറൽ അവയർനെസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. സ്കോർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 2 ക്ലാസ്സുകളുമാണ്. NTPCയും ഗ്രൂപ്പ് ഡിയും RPFും പഠിക്കുന്ന കുട്ടികൾക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള ജനറൽ അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ജൂനിയർ എഞ്ചിനീയർ, ALP ടെക്നീഷ്യൻ പോലെയുള്ള ജനറൽ അവയർനെസ്സിന് വെയിറ്റേജ് കുറഞ്ഞ എക്സാംസിന് ആ രീതിയിലുള്ള ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കൺസോളിഡേറ്റഡ് ക്ലാസ്സുകളും സ്കോർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി രണ്ടാമത് എന്താണ്? ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുക. എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് ചെയ്യണം? ഓരോ വിഷയത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുക. ഞാൻ ഓൾറെഡി നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ഡീകോഡ് ചെയ്തപ്പോൾ പറഞ്ഞു, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ 2 മാർക്കിനും 3 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എക്സാമിന് മുന്നേ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കൈവശം എന്തായിരിക്കണം? ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കണം. സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന വിഷയങ്ങളിനകത്ത്. പിന്നെന്താണ്? കറണ്ട് അഫയേഴ്സ് എങ്ങനെ വേണം പഠിക്കാനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ചോദിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്സിന് ഇയർലി ബേസിസിൽ എന്ത് ചെയ്യണം? കമ്പൈലേഷൻസ് ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള കമ്പൈലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്കോർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. മാത്രമല്ല, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വിഷയം ന്യൂസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കറണ്ട് അഫെയർ ടോപ്പിക്കുകൾ ഡിറൈവ് ചെയ്തെടുക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. മണിപ്പൂർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കോർ ബൂസ്റ്റർ സീരീസിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒരു കണ്ടംപററി ഇഷ്യൂ നടക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആ ഇഷ്യൂവിനെ കറണ്ട് അഫെയർ ടോപ്പിക്കുകളായിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കണം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? പോയി നോക്കുക. ഇനി സ്കോർ ബൂസ്റ്റർ സീരീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന ജനറൽ അവയർനെസ് വിഷയങ്ങൾ, സയൻസ് വിഷയം, റീസണിങ് വിഷയം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയകൾ മനസ്സിലാക്കി ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് തെറ്റാതെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സ്കോർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീരീസാണ് സ്കോർ ബൂസ്റ്റർ സീരീസ് എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഇതിന് പുറത്ത് എന്തായിരിക്കും? സ്കോർ ക്യൂ കാർഡ്സ് ഉണ്ടായിരിക്കും. ടെക്നിക്കൽ നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാം ക്യൂ കാർഡ്സ് എന്താണെന്നുള്ളത്. സ്കോർ ക്യൂ കാർഡ്സ് നമ്മൾ നോൺ ടെക്നിക്കലിനും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യതയുള്ള എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം ഈ സ്കോർ ക്യൂ കാർഡിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലും ആപ്പിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോർ ടീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇത്രയും വീഡിയോസ് ചെയ്തതാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ 2 ദിവസം മുന്നെയാണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. സോൺ ഡീറ്റെയിൽസ്, ട്രേഡ് അനാലിസിസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, നോ യുവർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തിന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റുകളും കമ്പ്യൂട്ടർ തുടങ്ങിയ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ നോക്കിയിരിക്കുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.